ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജനുവരി 26. ജനുവരി 26-ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും ഉള്ള എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. ജനുവരി 26-നാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, ജനുവരി 26-ാം തീയതി. അപ്പം സാധാരണ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്നതായാലും എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇന്ന് ഇങ്ങനെ ഒരു നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കാറുണ്ട്. നമ്മളും നമ്മുടെ ക്ലബിൻ്റെ റിപ്പബ്ലിക് ഡേ ഇന്ന് ഒരു ചെറിയ റൈഡോട് കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാനവീയം വീതി ട്രിവാൻഡ്രം കവടിയാറുള്ള മാനവീയം വീതിയിൽ നിന്നാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയി ഒരു ഗ്യാതറിംഗ് ആണ്, എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരുമായിട്ട് ചേർന്ന് നമ്മുടെ ഇന്ത്യൻ പതാക വെച്ചിട്ട് നമ്മൾ ഓരോ ഫോട്ടോയൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഹൈവേയിലോട്ട് പോയി ഒരു ചെറിയ റൈഡ് ചെയ്ത് നടത്തിയിട്ട് പോരും. അപ്പോൾ നിങ്ങളും ഒരു റൈഡറാണ്, അല്ലെങ്കിൽ ഒരു ബൈക്ക്, അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ള ആളായാലും നിങ്ങളും റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളെല്ലാം വീഡിയോയിലോട്ട് പോയിട്ട് കാണാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ മകൻ പൃഥ്വി വീട്ടിൽ ചിക്കു എന്ന് വിളിക്കും, അവനും എൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ അവനാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ കയറി അങ്ങോട്ട് പോവാം. റിപ്പബ്ലിക് ഡേ റൈഡിൽ പങ്കെടുക്കാൻ വന്നതിൽ നമ്മുടെ ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി പറയുന്നു. യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ട ആവശ്യമില്ല, കാര്യം ഞാൻ എപ്പോഴും പറയും പോലെ ഇത് എല്ലാവരെയും നമ്മളെ മെമ്പേഴ്സിൻ്റെ ഒരു കടമയാണ്. ഇത് നമ്മുടെ ഈ ക്ലബ്ബ് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ക്ലബ്ബാണെന്ന് നമുക്ക് എല്ലാവരും ബോധ്യപ്പെടുത്താനും ഇങ്ങനെയുള്ള അവസരങ്ങൾ സഹായിക്കും. ഇപ്പോൾ ഓഗസ്റ്റ് 15 ആയാലും റിപ്പബ്ലിക് ഡേ ആയാലും ഇന്ന് 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ് നമ്മുടെ ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്യാതറിംഗ് ആണ്. നമ്മളെല്ലാവരും വന്ന് ചേർന്ന് കൂടി പരിചയപ്പെട്ടപ്പോൾ ഇതിനകത്ത് ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. ഇദ്ദേഹം നമ്മുടെ കൂടെ ആദ്യമായിട്ടാണ്, അജിൻ, അഭിരാം. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞാൻ ഇന്നലെ ഇദ്ദേഹത്തിന് പരിചയപ്പെട്ടാണ് ഇതിനെ. അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെടണം. കാരണം പരിചയപ്പെടലിലൂടെ എല്ലാവർക്കും ഇനി മുന്നോട്ട് റൈഡ് വരാൻ തോന്നുള്ളൂ. ഒരു റൈഡ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പുതിയതായിട്ട് റൈഡ് ഇട്ടേക്കുന്നു, ഞാൻ വരണ്ടേ, എല്ലാവരും പരിചയമുണ്ടോ, വന്നാൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി മാറിക്കിട്ടുന്നത് ഇതുപോലെ പരിചയപ്പെടുന്നു. അപ്പോൾ അതും ഒരു ഉദ്ദേശമാണ് ഇന്ന് ഇങ്ങനെ ഒരു കൂടിച്ചേരുന്നത്. പിന്നെ നമുക്കിത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ പതാക വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയ റൈഡ് പോവാം. ആ റൈഡ് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എൻഡ് ചെയ്തിട്ട് പിരിയാം. കാര്യം ഇന്ന് പലർക്കും നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കൂടിച്ചേരലാണ്.
അപ്പോൾ നമ്മുടെ റൈഡെല്ലാം കഴിഞ്ഞു. ഒരുപാട് സംസാരങ്ങളൊന്നുമില്ല, വിശദീകരണമില്ല. എല്ലാവരും കാഴ്ചകളിലൂടെ കണ്ട് മനസ്സിലാക്കിക്കോണം. ഈ വോയിസ് ഓവർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറയും പ്രൊഫഷണലി ഞാനൊന്നും പഠിച്ചതല്ല, അതുകൊണ്ട് ഉള്ള അറിവ് വെച്ചൊക്കെ തട്ടിക്കൂട്ടുന്നു. അപ്പോൾ ഇനി വോയിസ് ഓവർ ചെയ്യാനുള്ള പരിപാടി നോക്കണം. അപ്പോൾ ഇന്ന് ചിക്കും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ആ കുറച്ച് റൈഡിങ്ങിൻ്റെ വിഷ്വൽസൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ. എല്ലാവരും മീൻസ് ഒരു 10-20ഓളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എല്ലാ റൈഡും പിന്നെ ആ ഒരു ഗ്യാതറിങ് എല്ലാം കഴിഞ്ഞു. തിരികെ വീട്ടിലെത്തി. ഇന്നിപ്പം അവധി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് TV-യുടെ മൂട്ടിലിരുന്ന് വല്ല പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു സസ്പെൻസ് ഉണ്ട്, അത് ഞാൻ പറയാം എന്താണെന്ന്. ഇപ്പം ടൈം ആയിട്ടില്ല. ഏതായാലും ഒരു 1-2 ആഴ്ചക്കകത്ത് അത് റിവീൽ ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വ്യൂസ് കയറുമ്പോൾ നമുക്ക് വീണ്ടും ഈ വീഡിയോ ചെയ്തിടാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവും, ഒരു പ്രചോദനം ഉണ്ടാവും. കാര്യം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് നിർത്താമെന്ന് വിചാരിച്ചു. കാര്യം ഒന്നും അങ്ങനെ എന്താ പറയുക, ഒരു കാര്യമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. മീൻസ് ഞാൻ പറയുന്നത് ഈ ഇൻകം അല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ നിർത്താമെന്ന് വിചാരിച്ചത്. പിന്നെ വീണ്ടും നമ്മുടെ ചിക്കു എന്ന് പറഞ്ഞു വെച്ചാൽ നിർത്തണ്ട, ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വീഡിയോ ചെയ്ത് ഇനി ഇടുകയാണ്. തുടർന്ന് വീഡിയോ ഉണ്ടാവും. ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പായിപ്പോയി. എന്തായാലും അത് കവർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് തമ്മിൽ കാണാം എല്ലാവർക്കും. അതുവരെ നന്ദി, നമസ്കാരം, വണക്കം.